Prasad. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വേദിക്ക് മുമ്പിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാജിക് അങ്കിളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. 1967 തളിപ്പറമ്പ് കേന്ദ്രമായി സ്ഥാപിതമായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ്റെ നാമത്തിൽ സ്ഥാപിതമായ സർ സയ്യിദ് കോളേജിലെ സന്തതികൾ ആണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സന്തതികളും അവരുടെ സന്തതികളും ഈ പരിപാടി കാണുവാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സർ സയ്യിദ് കോളേജ് തളിപ്പറമ്പ അലുമിനി ഫോറം എന്ന പേരിലുള്ള സ്കോട്ട എന്ന പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ 9ാം വാർഷികാഘോഷ പരിപാടികൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷേ എൻ്റെ വാക്കുകൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ നിറഞ്ഞിരിക്കുന്ന ഈ വലിയ സദസ്സിനോട് ഏതാനും ചുരുങ്ങിയ വാക്കുകൾ കൂടി സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ പലരും ഒരുപാട് ഓർമ്മകൾ, സർ സയ്യിദ് കോളേജിൽ പഠിച്ച കാലത്തുള്ള ഒരുപാട് ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നെനിക്കറിയാം. ഒരുപക്ഷേ പഠിച്ചതിന് ശേഷം ഇന്ന് ഇവിടെ വന്ന് ദുബായിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ തളിപ്പറമ്പിലെ സർ സയ്യിദ് കോളേജിൻ്റെ പടിമുറ്റത്തേക്ക് ഒരുപക്ഷെ പോയിട്ടുണ്ടാവാം. ഞാൻ വായിച്ചിട്ടുണ്ട്, കാലിഫോർണിയയ്ക്ക് മുകളിലൂടെ വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൈമാനികൻ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയ സമയത്ത് അദ്ദേഹം ആ വിമാനം താഴ്ത്തി പറത്തി. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിന് സഹ പൈലറ്റിനെ തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ താഴേക്ക് നോക്ക്, അവിടെ കാണുന്ന തടാകം, ആ തടാകത്തിൻ്റെ അരികിലാണ് എൻ്റെ വീട്. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് വള്ളി ട്രൗസർ ഇട്ട് ആ തടാകത്തിൻ്റെ അരികിലിരുന്ന് ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട് ചൂണ്ടയിട്ട്. അന്ന് ആകാശത്തോട് പറന്നു പോകുന്ന വിമാനങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ വിമാനം പറത്തിക്കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചെങ്കിൽ എന്നുള്ളത്. ഇന്ന് ഈ തിരക്കചിത്ത ജീവിതത്തിനിടയ്ക്ക് വിമാനം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, ഒരിക്കലെങ്കിലും ആ കൊച്ചുകുട്ടിയുടെ മനോഭാവത്തോടുകൂടി നിഷ്കളങ്കതയോടുകൂടി ആ തടാകത്തിൻ്റെ അരികിലിരുന്ന് ഒരു ദിവസമെങ്കിലും ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ സാധിച്ചെങ്കിൽ എന്നുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. പക്ഷേ ഒരിക്കലും ഇനി അദ്ദേഹത്തിന് ആ തടാകത്തിന് അരികിൽ പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, സർ സയ്യിദ് കോളേജിൻ്റെ പടിമുറ്റം, സർ സയ്യിദ് കോളേജിൻ്റെ വിപുലമായ ക്ലാസ് മുറികൾ, സർ സയ്യിദ് കോളേജിൻ്റെ ഉദ്യാനങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷേ മനുഷ്യൻ അങ്ങനെയാണ്. നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടം കടന്ന് ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോവുക അസാധ്യമാണ്. അതിന് ഒരു തരത്തിലുള്ള ഇന്ദ്രജാലങ്ങളും മാജിക്കുകളും ഇല്ല എന്നുള്ളതാണ് സത്യം. ആ കോളേജിൽ പഠിച്ചെത്തിയ ഒരുപാട് പ്രമുഖ വ്യക്തികൾ, വളരെ ഉയരത്തിലുള്ള വ്യക്തികൾ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ഏതൊരു ഉയരത്തിൻ്റെയും അടിയിൽ ആഴത്തിലുള്ള വേരുകളുണ്ട്. അത് നമ്മൾ മറന്നു പോവുകയാണ് പലപ്പോഴും. ഒരു വലിയ വൃക്ഷം, ആ വൃക്ഷത്തെ നോക്കി നമ്മൾ പറയുന്നു, ആ വൃക്ഷം ആകാശത്തിലിരിക്കുന്ന കാർമേഘങ്ങളോട് കിന്നാരം പറയുന്നു. അവിടെയുള്ള നക്ഷത്രങ്ങൾ നോക്കി, ചന്ദ്രൻ നോക്കി അത് ആടി ഉലയുന്നു, പുഞ്ചിരിക്കുന്നു. പക്ഷേ ആ വൃക്ഷം നമ്മൾ കണക്കാക്കുന്നത് ഭൂമിയിൽ നിന്നും ഉയരത്തിലേക്കുള്ള ഭാഗം മാത്രമാണ് വൃക്ഷം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ആ വൃക്ഷത്തിൻ്റെ അടിയിൽ എത്രമാത്രം ഉയരത്തിൽ ആ മരമുണ്ടോ, ആ വൃക്ഷമുണ്ടോ, അത്രമാത്രം ആഴത്തിൽ അതിൻ്റെ വേരുകൾ ആഴ്ന്നു കിടക്കുകയാണ്. ആ വേരിനെ നമ്മളെപ്പറ്റി അറിയുന്നില്ല, നമ്മൾ പറയുന്നില്ല. ആ വേരിനെ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. ആ വൃക്ഷത്തിൻ്റെ വേരിൽ നിന്ന് ആ വൃക്ഷം പിഴുതു മാറ്റിക്കഴിഞ്ഞാലും വേരിന് നിലനിൽക്കാൻ സാധിക്കും. പക്ഷേ പിഴുതു മാറ്റിക്കഴിഞ്ഞാൽ, വെട്ടിമാറ്റിക്കഴിഞ്ഞാൽ വൃക്ഷത്തിന് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ആ വേരിൽ പുതിയ മരങ്ങൾ ഉയർന്ന് വരാം, പക്ഷേ ആ വൃക്ഷം അതോടുകൂടി അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സർ സയ്യിദ് കോളേജ് എന്ന് പറയുന്ന ആ കോളേജാണ് അവിടെ പഠിച്ച ഏത് ഉയരത്തിലെത്തിയിട്ടുള്ള വൃക്ഷങ്ങളെപ്പോലെ ഉയരത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വേര്, തായ്വേര് എന്ന് പറയുന്നത് ആ സർ സയ്യിദ് കോളേജാണ്. ആ കോളേജിനെ, ആ മണ്ണിനെ ഓർക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ധന്യമായിട്ടുള്ള മുഹൂർത്തം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ആ മരത്തിൻ്റെ നിഴലിൽ അല്ലെങ്കിൽ ആ വേരുകൾക്ക് ചുറ്റും കുഞ്ഞു ചെടികൾ വിത്ത് പിളർന്ന് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഇവിടെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ കേരളത്തിലുള്ള യുവജനത, കുട്ടികൾ
ഇന്ന് പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരം പലപ്പോഴും വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളിവിടെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചു എന്ന് പറഞ്ഞു. മിഷൻ ഇന്ത്യ എന്ന ജാലവിദ്യാ പരിപാടി ഭാരതത്തിലുടനീളം യാത്ര ചെയ്യുന്നതിന് വേണ്ടി കോഴിക്കോട് ആ പരിപാടിയുമായി എത്തിയപ്പോൾ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ പി വിജയൻ ആണ് ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം 5 മിനിറ്റ് നേരമാണ് പ്രസംഗിച്ചത്. പക്ഷേ ആ 5 മിനിറ്റ് നേരം കൊണ്ട് ഇന്ന് കുട്ടികളിൽ വളർന്നു വരുന്ന വാസന, കുറ്റകൃത്യങ്ങളോടുള്ള വാസന, അച്ഛനെയും അമ്മയും തള്ളിപ്പറയുന്ന കുട്ടികളുടെ ചിത്രം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു കുട്ടിയെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഫുൾ സ്ലീവ് ഇട്ട കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ഫുൾ സ്ലീവ് മാറ്റിക്കഴിഞ്ഞ സമയത്ത് കയ്യിൽ ബ്ലേഡ് കൊണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു ഐ ഹേറ്റ് മൈസെൽഫ് എന്നുള്ളത്. കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ അതിജീവിക്കാൻ സാധിക്കാതെ അമ്മയെയും അച്ഛനെയും വെറുക്കുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈയിടെ അടുത്തൊരു ദിവസം തിരുവനന്തപുരത്ത് ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിലേക്ക് പോയി. ആ പണക്കാരൻ്റെ മോളുടെ മോൻ, കൊച്ചുമോൻ, ആ മോൻ ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം ചോദിച്ചു, അങ്കിൾ ഒരു മാജിക്ക് കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ കയ്യിൽ മാജിക് ഉപകരണം ഇല്ലാത്തതിൻ്റെ പേരിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, പതിവ് പോലെ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ മാന്ത്രിക വടിയില്ല, മാജിക് ബാൻഡ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി വീണ്ടും എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി രണ്ടാമത് വന്നിട്ട് ചോദിച്ചു, അങ്കിൾ ഇനി വരുമ്പോൾ എനിക്കൊരു മാജിക് ബാൻഡ് കൊണ്ടുതരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതിനെന്തിനാ മോനെന്തിനാ മാജിക് ബാൻഡ്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മേനെ ഉറുമ്പാക്കാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മേനെ ഉറുമ്പാക്കണം? എന്നിട്ട് വേണം എനിക്ക് ചവിട്ടി കൊല്ലാൻ എന്ന് പറഞ്ഞു. ഈ രണ്ടാമത് പറഞ്ഞ കാര്യം ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് ഒരു കുട്ടിയുടെ നാവിൽ നിന്ന് വന്നു എന്നുണ്ടെങ്കിൽ അതൊരു നൊമ്പരമായി, ഒരു വേദനയായി നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടതുണ്ട്. ഒരു കുട്ടി പറയുന്നു ആ കുട്ടിയുടെ അമ്മയെ ഉറുമ്പാക്കിയിട്ട് വേണം ചവിട്ടിക്കൊല്ലാൻ എന്നുള്ളത്. എങ്ങനെ പറയാൻ തോന്നുന്നു? ഈ ചിത്രം, അമ്മ അച്ഛൻ എന്ന് പറയുന്ന ആ ചിത്രം പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ശ്രീ പി വിജയൻ പറഞ്ഞ കാര്യം. ഞാനൊരു ചെറിയ ഒരു കഥ പറയാം. ഈ കഥയിലൊരു അച്ഛനുണ്ട്, 70 വയസ്സായ ഒരു അച്ഛൻ. ആ അച്ഛനെ കുറച്ച് തിമിരം ബാധിച്ചിട്ടുണ്ട്. ആ അച്ഛൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ചാരുകസേരയിലിരിക്കുകയാണ്. ആ വീടിൻ്റെ മുറ്റത്തൊരു മാവുണ്ട്. ആ മാവിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നുണ്ട്. അച്ഛൻ ഒരു മകനാണ്. ആ മകൻ്റെ പേര് വിവേക് എന്നാണ്. അവൻ IT മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ടൈയൊക്കെ കെട്ടി കോട്ടൊക്കെ ഇട്ട് വളരെ പ്രഗത്ഭനായി എന്നും രാവിലെ കാറിൽ ഓഫീസിലേക്ക് പോകുന്ന ആളാണ്. അവൻ പെട്ടെന്ന് രാവിലെ വൈകി അവൻ കോട്ടിട്ട ടൈ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ അവിടെ ഇരിക്കുന്നു, ചാരുകസേരയിലിരിക്കുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അച്ഛൻ അകത്തേക്ക് നോക്കി വിളിച്ചു, വിവേക് എന്ന് വിളിച്ചു. അവൻ പുറത്തേക്ക് വന്നു. വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ് എന്ന് ചോദിച്ചു. അവൻ ഉമ്മറത്തേക്ക് നോക്കി, മാവിൻ്റെ കൊമ്പിൽ ഒരു കാക്ക ഇരിക്കുന്നുണ്ട്. അവൻ കൂളായിട്ട് അവിടത്തേക്ക് നോക്കി പറഞ്ഞു, ഇറ്റ്സ് എ ക്രോ, അതൊരു കാക്കയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, കാക്ക പറന്നുപോയി. അവൻ അകത്തേക്ക് പോയി. അവൻ വീണ്ടും തിരക്കിട്ട് ഓഫീസിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. പെട്ടെന്ന് അച്ഛൻ വീണ്ടും ശബ്ദം കേട്ടു. അച്ഛൻ വീണ്ടും വിളിച്ചു, വിവേക്. അവൻ വീണ്ടും പുറത്തേക്ക് വന്നു. അവനോട് ചോദിച്ചു, വിവേക് വാട്ട് ഈസ് ദാറ്റ്? അവൻ വീണ്ടും നോക്കി, കാക്ക, അതേ കാക്ക തന്നെ. അവൻ കുറച്ചൊരു ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ഇറ്റ്സ് എ ക്രോ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും കൈകൊണ്ട് കാണിച്ചു, കാക്ക പറന്നുപോയി. അവൻ അകത്തേക്ക് പോയി. കാക്കയല്ലേ സാധനം. അവൻ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വന്ന് മരക്കൊമ്പിലിരുന്നു. അച്ഛൻ വീണ്ടും ശബ്ദം കേട്ടു. അച്ഛൻ വീണ്ടും വിളിച്ചു, വിവേക്. അവൻ വീണ്ടും പുറത്തേക്ക് വന്നു. വാട്ട് ഈസ് ദാറ്റ്? അവൻ നോക്കിയ സമയത്ത് കാക്ക. അവന് ദേഷ്യം വന്നു. അവൻ നിലത്ത് ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, ഷിറ്റ്, ഇറ്റ്സ് എ ക്രോ എന്ന് പറഞ്ഞ് അവൻ ബഹളം വെച്ചു. അവൻ അകത്തേക്ക് പോകുമ്പോൾ അച്ഛൻ അവനെ പുറത്തേക്ക് വിളിച്ചു, കം ഹിയർ. അവൻ പുറത്തേക്ക് വന്നു. ഒരു ഡയറി കയ്യിലെടുത്തു. അദ്ദേഹം പണ്ടെഴുതിയ ഡയറിയാണ്. ആ ഡയറിയുടെ താളുകൾ മറിച്ചതിന് ശേഷം അവന് കാണിച്ചു കൊടുത്തു, ഇത് വായിക്കുക. അവൻ വായിച്ചു. അവന് 2 വയസ്സ് പ്രായമുള്ള കാലം. വിവേക്, എൻ്റെ മോന് ഇന്ന് 2 വയസ്സ് തികയാണ്. എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് എൻ്റെ മകനെയും മടിയിൽ വെച്ചുകൊണ്ട് ഞാനിരിക്കുന്നു. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു മാവുണ്ട്. ആ മാവിൻ്റെ കൊമ്പ് ഉമ്മറത്തേക്ക് ചാഞ്ഞു കിടക്കുന്നു. അതിൻ്റെ മുകളിൽ കാക്ക ഇരിക്കുന്നുണ്ട്. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛാ എന്താ അത്? ഞാൻ പറഞ്ഞു, കാക്ക. അവൻ വീണ്ടും ചോദിച്ചു, അച്ഛാ എന്താ അത്? ഞാൻ പറഞ്ഞു, കാക്ക. അവൻ വീണ്ടും ചോദിച്ചു, അച്ഛാ എന്താ അത്? കാക്ക. അവൻ വീണ്ടും ചോദിച്ചു, അച്ഛാ എന്താ അത്? കാക്ക. അങ്ങനെ 30 തവണ അവൻ ചോദിച്ചു. 30ാമത്തെ തവണ അവൻ്റെ ചെവിയോട് ചുണ്ടമർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, കാക്ക. അവനും കാക്ക എന്നൊരു വിട്ടു. 30 തവണ ആ അച്ഛന് കാക്ക എന്ന് പറഞ്ഞിട്ടും ഒരു തവണ പോലും ദേഷ്യം വന്നില്ല. പക്ഷേ അവന് 3 തവണ പറഞ്ഞപ്പോഴേക്കും അവൻ ഷിറ്റ് എന്ന് പറഞ്ഞ നിലത്ത് ചവിട്ടിക്കൊണ്ട് അച്ഛനോട് പറയുന്നു, കാക്ക. ഈ ഒരു മനോഭാവം നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. എങ്ങനെ ഇങ്ങനെ ഒരു ചിന്താഗതി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത്, നമ്മുടെ നാടിന് വേണ്ടി, നാട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഈ സ്കോട്ട എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് കാര്യങ്ങൾ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി
പലപ്പോഴും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും അടിമകളായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പിഞ്ചോമനകൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിച്ചാൽ അത് ഏറ്റവും മഹത്തരമായിരിക്കുന്ന കാര്യം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം ലോകം മുഴുവൻ പിടിച്ചടക്കാൻ നടക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ വാക്ക് എല്ലാം വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു എന്നാണ്. അദ്ദേഹം ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഒരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ എനിക്കൊന്ന് കാണണം, ഒരു തവണ ഒന്ന് കാണണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു രാജ്യം കൂടി പിടിച്ചടക്കട്ടെ, അതിനുശേഷം വരാം. അങ്ങനെ രാജ്യങ്ങൾ പിടിച്ചു കണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം വന്നത്. വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ബംഗ്ലാവിൽ, ഏറ്റവും വലിയ കൊട്ടാരത്തിൽ രത്നങ്ങൾ പതിച്ച കട്ടിലിൽ അദ്ദേഹം കിടക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ബിഷഗുരന്മാർ, ഡോക്ടേഴ്സ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നുണ്ട്. അദ്ദേഹം മരിക്കാൻ പോവുകയാണ്, മരണത്തോട് അടുക്കുകയാണ്. അദ്ദേഹം ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ അമ്മ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയെ എനിക്ക് ഒന്ന് കാണണം, ഒരു 24 മണിക്കൂർ നേരത്തേക്ക് എൻ്റെ മരണം ഒന്ന് നീട്ടിവെക്കാമോ? കാരണം അമ്മ അവിടെ നിന്ന് നടന്നെത്തുമ്പോഴേക്കും 24 മണിക്കൂർ കഴിയും, ഒന്ന് നീട്ടിവെക്കാമോ? ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്ക് സാധ്യമല്ല, ഒന്നിനും സാധ്യമല്ല, 24 മിനിറ്റ് പോലും മരണത്തെ മാറ്റിവെക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങൾ മനുഷ്യരാണ് എന്നത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കണ്ണടച്ചു. 8 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മരിക്കുകയാണ്. കണ്ണടയ്ക്കുന്ന സമയത്ത് അലക്സാണ്ടർ പറഞ്ഞു, എല്ലാം വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു. അദ്ദേഹം അടുത്ത അദ്ദേഹത്തിൻ്റെ സഹായികൾ വിളിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവപ്പട്ടിയുടെ പുറത്തേക്ക് എൻ്റെ 2 കൈകളും തൂങ്ങിക്കിടക്കട്ടെ. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് സാങ്കത്യം, അതിനെന്താണ് സാങ്കത്യം? അദ്ദേഹം പറഞ്ഞു, അതിന് സാങ്കത്യമുണ്ട്. ഞാൻ മരിച്ചു പോകുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി എൻ്റെ 2 കൈകളും തൂങ്ങിക്കിടക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. ഇത് മനസ്സിൽ ഓർക്കണം. നാം ഒരുപാട് ജോലി ചെയ്യുന്നു, ഒരുപാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഒരു തലമുറ അടുത്തൊരു തലമുറ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിനെതിരെ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും, നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? ആ വൃക്ഷത്തിന്, ആ സർ സെയ്ദ് കോളേജ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിന് താഴെ ചുറ്റിലും നിൽക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക്, പണമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടി ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. എല്ലാവിധ ആശംസകളും തുറന്ന മനസ്സോട് നേർന്നുകൊണ്ട് ഈ ഒരു വേദിയിൽ എന്നെ സംസാരിക്കാനായി ക്ഷണിച്ചതിന് സർവ്വവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട്, എന്നെ ഈ പരിപാടിക്ക് വേണ്ടി ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടത് അഡ്വക്കേറ്റ് ആഷിഖാണ്. ആഷിഖിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ സദസ്സിനെ എനിക്ക് കാണുവാൻ സാധിച്ചുള്ള ഭാഗ്യം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.